ഒടുവിൽ അത് സംഭവിക്കുന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്നത് വലിയ ഒരു മാറ്റം തന്നെയാണ്. അതായത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അയോധ്യ സന്ദർശിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വലിയ വാർത്ത. ഇന്ത്യ ടുഡേയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവർ പറയുന്നത് അമേഠിയിലും റായ്ബറേലിയിലും നോമിനേഷൻ നൽകുന്നതിന് മുമ്പ് മെയ് 1 മുതൽ 3 വരെയാണ് ഈ അമേഠിയിലും റായ്ബറേലിയിലുമൊക്കെ നോമിനേഷൻ നൽകേണ്ട സമയം. അതിന് മുൻപ് രാംലല്ല സന്ദർശിക്കും ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എന്നൊക്കെയാണ്. ഏതായാലും രാഹുലും പ്രിയങ്കയും ഒന്നും അയോധ്യയിൽ പോയില്ല എന്ന് ഊറ്റം കൊണ്ട പ്രബുദ്ധരായ നമ്മൾ ഇനി എന്തു പറയുമെന്നറിയില്ല. ഏതായാലും നാളെ കൊണ്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് അവസാനിക്കുകയാണ്. അതിനുശേഷമാണ് അങ്ങോട്ട് പോകുന്നത്. ഇനിയിപ്പം ഇവിടെ അത് പറഞ്ഞിട്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ പ്രസ്താവന നടത്തിയിട്ടോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവർ പോകുന്നുണ്ട്. നമുക്കറിയാം, ഇതിനു മുമ്പും രാഹുൽ ഗാന്ധി പല വേഷങ്ങൾ കെട്ടി വോട്ട് പിടിച്ചിരുന്നതാണ്. ഏതായാലും ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ടിൽ അവർ പറയുന്നത് അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചേക്കും എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം 2004 മുതൽ രാഹുൽ ഗാന്ധി അവിടെ മത്സരിച്ച് ജയിച്ചതാണ്. 2019 സ്മൃതി ഇറാനിയുമായി ഏറ്റുമുട്ടി പരാജയപ്പെട്ടത്. റായ്ബറേലിയിലാകട്ടെ 2004 മുതൽ സോണിയാഗാന്ധി മത്സരിക്കുന്ന മണ്ഡലമാണ്. അവിടെ ഇപ്പോൾ 2024 അവർ മണ്ഡലം വിട്ട് രാജ്യസഭയിലേക്ക്, ലോക്സഭയിൽ നിന്ന് രാജ്യസഭയിലേക്ക് പോയിരിക്കുകയാണ്. രാജസ്ഥാനിൽ നിന്നാണ് അവർ രാജ്യസഭയിലേക്ക് ജയിച്ച് കയറിയത്. ഏതായാലും ഈ 2 മണ്ഡലത്തിൽ നോമിനേഷൻ നൽകുന്നതിന് മുമ്പ് മതേതരത്വത്തിൻ്റെ വക്താക്കളായ രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും അയോധ്യ സന്ദർശിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.